ഹലോ. അപ്പോൾ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഇൻ്റേണൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സെം എക്സാമിലേക്കുള്ള പ്രിപ്പറേഷനാണ് ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റത്തെ എക്സാം എക്കണോമിക്സ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ എക്കണോമിക്സിൽ തന്നെ പഠിച്ചു തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ആവുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചു ഈ ഒരു വീഡിയോയിൽ. അപ്പം സിലബസും കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ടെക്സ്റ്റ് ബുക്കൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാണ് ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് എന്തൊക്കെയാണ് ആ സിലബസിൽ പഠിക്കാനുള്ളതെന്ന് വേറൊരു പേപ്പറിൽ ഞാൻ എഴുതിയെടുക്കും. അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടെ സുഖമാവും നമ്മൾ പഠിക്കുമ്പോഴൊക്കെ. എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ കറക്റ്റായിട്ട് ഒരു ഐഡിയയും കിട്ടും. അപ്പോൾ എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നോട്ട് ചെയ്താനാണ് നോക്കാറ്. പിന്നെ എക്കണോമിക്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്കുകളൊന്നും ഈ പ്രാവശ്യം ഇല്ല. ബഡ്ജറ്റിനെ കുറിച്ചായതുകൊണ്ട് തന്നെ ഫുള്ളും കാണാപ്പാഠം പഠിക്കാവുന്ന രീതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പം നോട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ എഴുതിയ പോയിൻറ്റ്സൊക്കെ ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇനി എത്രയാണ് എഴുതാനുള്ളതെന്നൊക്കെ മനസ്സിലാവും കൂടെ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന അടുത്ത പണി എന്ന് വെച്ചാൽ, ഇത് മൊത്തം ഇംഗ്ലീഷിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് അറിയാത്ത എന്തെങ്കിലും വേർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മലയാളം മീനിങ് കണ്ടെത്തിയിട്ട് അതിൻ്റെ മേലെ തന്നെ എഴുതി കൊടുക്കാറാണ്. കാരണം എക്കണോമിക്സ് ഒക്കെ ആയതുകൊണ്ട് അറിയാത്ത കുറേ വേർഡ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാളും നന്നാവുന്നത് കുറച്ച് മനസ്സിലാക്കി പഠിക്കുന്നതാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ അതിൻ്റെ മലയാളം എന്താണോ പഠിച്ച് വെച്ചിട്ട് അതിനങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മീനിങ് എടുക്കുന്നത്. അപ്പോൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാൻ ഇരിക്കാറാണ് ചെയ്യുക. ആ പഠിക്കാൻ ഇരിക്കുമ്പം ഇതുപോലത്തെ ഒരു ഹൈലൈറ്ററും യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ പഠിച്ചതിങ്ങനെ ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ചില പോയിൻറ്റ്സ് ഒന്നും നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഹൈലൈറ്റും ചെയ്യാറുമില്ല. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്തൊക്കെയാണോ അതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ ഞാൻ പഠിക്കുമ്പം അതിങ്ങനെ പറഞ്ഞിട്ടാണ് പഠിക്കുക. എനിക്ക് അങ്ങനെ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് മൈൻഡിൽ നിൽക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഒരു വട്ടമാണ് അതിങ്ങനെ വായിക്കുന്നത്. അതൊരു ജസ്റ്റ് എനിക്കൊരു ഐഡിയ കിട്ടേ ചെയ്യത്തുള്ളൂ. ഇനി എനിക്കൊരു 2-3 വട്ടം വായിക്കുമ്പോഴാണ് പിന്നെ അതെന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിനൊക്കെ എനിക്ക് എഴുതാനും കഴിയാറ്. പിന്നെ ലാസ്റ്റ് ഞാൻ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു പേപ്പറിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിനൊക്കെ ചെയ്തെടുക്കും. ആ പോയിൻറ്റ്സ് മാത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞതും അതിൽ ടിക്കും കൂടെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വാട്ടർമെലൻ്റെ മൊജിറ്റോയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ പഠിത്തം നിർത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.